ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് അതേസമയം തന്നെ തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന് ഇറാന്റെ IRGC അവകാശപ്പെട്ടു. 3 ഡ്രോണുകൾ ഒരേ സമയത്ത് തന്നെ തകർക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം $2000 കോടി നഷ്ടമാണ് ഒരേ സമയത്ത് തന്നെ അമേരിക്കയ്ക്കുണ്ടായത്. MQ-9 റീപ്പർ ഡ്രോണുകളാണ് തകർക്കപ്പെട്ടത്. ഈ മേഖലയിൽ നിരീക്ഷണം നടത്തുകയോ അല്ലെങ്കിൽ ആക്രമണത്തിനോ എത്തി എന്ന് സംശയിക്കുന്ന സമയത്ത് തന്നെ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ആക്രമിച്ചത് എന്ന് അമേരിക്ക ഇറാന് നേരെ നടത്തിയ ആക്രമണത്തെ ന്യായീകരിച്ചു. എന്നാൽ തങ്ങളുടെ കരാർ വ്യവസ്ഥ ലംഘിക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നടത്തുന്ന ഒരു അക്രമത്തിനപ്പുറമായ രീതിയിൽ ഇതിനൊരു ന്യായീകരണമൊന്നും അമേരിക്കക്ക് പറയാനില്ല എന്നാണ് ഇറാന്റെ പക്ഷം. എന്നാൽ ഔദ്യോഗികമായ രീതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയുടെ ഈ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിന് നേരെ വ്യാപകമായ രീതിയിൽ ഡ്രോൺ ആക്രമണം നടന്നതായിരിക്കുന്ന ഒരു സ്ഥിരീകരണ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നു. നിലവിൽ ഇപ്പോൾ ഖത്തറിൽ സമാധാന ചർച്ച നടക്കുകയാണ്. സമാധാന ചർച്ച നടക്കുന്ന സമയത്ത് സാധാരണ ഗതിയിൽ അവർ ആ ചർച്ച ഈ ലംഘിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചർച്ച നടക്കാതിരിക്കാൻ വേണ്ടി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ റൂട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത്. അഥവാ ഇറാനിൽ അമേരിക്ക നടത്തി എന്ന് പറയുന്ന സ്ഫോടനം അല്ലെങ്കിൽ ആക്രമണം അത് യഥാർത്ഥത്തിൽ ഇസ്രായേലാണ് നടത്തിയത് എന്നൊരു സംശയം ഇപ്പോൾ ബലപ്പെട്ടു വരികയാണ്. 13 സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ 13 ഇടത്തിലല്ല 3-4 സ്ഥലങ്ങളിലാണ് നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ബന്ദർ അബ്ബാസ് തുറമുഖം ഇതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി 6 സ്ഫോടനമെങ്കിൽ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഓർമുസ് കടലിൻ്റെ തീരത്തോടും മറ്റ് ഒരു ചെറിയ ഈ തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും സമുദ്ര ഭാഗങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യാതൊരു തരത്തിലും പ്രവേശിക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതും ഈ മേഖലയിലേക്കുള്ള പ്രവേശനത്തിനോടനുബന്ധിച്ചാണ് തങ്ങൾക്ക് അവരുടെ ഡ്രോണുകൾ തകർക്കാൻ സാധിച്ചത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ബോട്ടുകൾ അവർ പറയുന്ന കാര്യമാണ് കടലിൽ മൈനുകൾ സ്ഥാപിക്കാൻ വേണ്ടി ബോട്ടുകളിലൂടെ എത്തിയിരിക്കുന്ന സൈനികരെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചത് എന്നാണ് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അത് സെൽഫ് ഡിഫൻസ് ആണ്. തങ്ങളുടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ പ്രവൃത്തി ചെയ്യുന്നത്, അഥവാ ഈ മേഖല ഹോർമുസ് കടൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ കപ്പൽ സഞ്ചരിക്കാനുള്ള താല്പര്യങ്ങൾ ഇതിന് മുൻപ് പുറത്തു വന്നിരുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഇറാൻ എന്ത് ചെയ്യുന്നു, അവിടെ മൈനുകൾ സ്ഥാപിച്ചു. ആ മൈനുകൾ സ്ഥാപിക്കുന്നത് തങ്ങളുടെ ഡ്രോൺ നിരീക്ഷണത്തിൽ കണ്ടെത്തുകയും അങ്ങനെ അവരെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പറയുന്നത്. അപ്പോൾ ഇതിലുള്ള മറ്റൊരു പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്ന ഒരു പ്രതികരണം ഇറാൻ്റെ പാർലമെൻറ്റ് അംഗം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന പ്രതികരണമാണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ചില്ലുമേടയിൽ ഇരിക്കുന്നവർ ബങ്കറുകളും ഷെൽട്ടറുകളും ഒരുക്കിയിരിക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അതിൽ അഭയം തേടണം എന്നുള്ളതാണ്. അതിനർത്ഥം പറയുന്നത് അതിവിപുലമായിരിക്കുന്ന അല്ലെങ്കിൽ വ്യാപകമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് ഒരുപക്ഷെ ഇറാൻ തയ്യാറാകും എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ബലിപെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് അമേരിക്ക നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സദ്ദാം ഹുസൈനെ കൊന്നത് ഒരു ബലിപെരുന്നാൾ ദിവസമാണ്. അതിൻ്റെ 2 ദിവസം മുമ്പോ 2 ദിവസം കഴിഞ്ഞിട്ടോ ചെയ്യാം. പക്ഷെ അവരങ്ങനല്ല. അത്രയ്ക്ക് വൈകാരിക തലത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം സമുദായത്തിന് ഉണ്ടാകുന്ന തരത്തിലാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇടപെടൽ. ഇപ്പോൾ ഹജ്ജ് ആരംഭിച്ച സമയമാണ്. ഇന്നലെ ഇപ്പോൾ ഹജ്ജ് ആരംഭിച്ചതോട് കൂടിയിട്ട് പിന്നീട് ഈ മേഖല യുദ്ധത്തിൻ്റെ ഒരു മേഖലയായി മാറുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഹജ്ജിന് വന്ന ആൾക്ക് ലക്ഷം ആളുകൾക്ക് പോലും ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി സൗദി അറേബ്യ തന്നെ ഏറ്റവും സൗഹൃദ രാജ്യമാണ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ആവശ്യപ്പെടുകയും അവരത് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അവർ ചതിക്കുക എന്നുള്ളത് അവരുടെ കൂടപ്പിറപ്പാണ്. അവരത് ചെയ്യുകയും ചെയ്യും. 2025 ജൂൺ മാസം 13 ആദ്യമായിട്ട് ഇറാൻ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമായിരിക്കും സംഭവമൊന്നുമല്ല. അത് ഒരു കരാർ പത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തതാണ്. 5ാമത്തെ ചർച്ചയോട് കൂടിയിട്ട് 5 കഴിഞ്ഞു 6ാമത്തെ ചർച്ച ഒമാനിൽ വെച്ച് 6ാമത്തെ ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ആ ചർച്ചയോടനുബന്ധിച്ചിട്ട് പ്രശ്ന പരിഹാരത്തിന് എത്തുമെന്ന് ഉറപ്പായ സമയത്ത് അതിൻ്റെ 2 ദിവസം മുമ്പ് ജൂൺ 13 പറയുന്ന സമയത്ത് ജൂൺ 15 ഈ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ നടക്കേണ്ടത്. ജൂൺ 13 ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? മധ്യസ്ഥത പൊളിയണം, എന്നിട്ട് യുദ്ധം നടക്കണം, വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഇറാൻ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത് എന്ന് ചുരുക്കം. അത് കഴിഞ്ഞു. 2025 കഴിഞ്ഞിട്ട് 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും ആക്രമണം നടത്തി. അത് ആക്രമണം നടത്തിയത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിലാണ്. അയത്തുള്ള അലി ഖംനായി വരെ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. ഈ ഫെബ്രുവരി 30-ാം തീയതി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഘട്ട ചർച്ച നടത്താൻ BNA നടത്താൻ വേണ്ടി തീരുമാനിച്ച ഘട്ടമാണ്. അതിൻ്റെ 2 ദിവസം മുമ്പാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? ആക്രമണം നടത്തിയത്. ഇസ്രായേൽ നേതൃത്വം നൽകി. അപ്പോൾ അവിടെ ആക്രമണം നടത്തിയതോടുകൂടി അമേരിക്കയുടെ ആക്രമണമാണ് ആദ്യം തന്നെ പുറത്തു വന്നത്. അമേരിക്കയുടെ ആക്രമണം പുറത്തു വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതോടനുബന്ധിച്ചാണ് ഇസ്രായേൽ തന്നെ പറഞ്ഞത്, ഞങ്ങൾ മാത്രമല്ല കൂടെ അമേരിക്കയുമുണ്ട്, സംയുക്തമായ രീതിയിലാണ് ചെയ്തത് എന്നുള്ളത്. ഇപ്പം നോക്കൂ, ഈ 2020 ഇത് മെയ് മാസം 26-ാം തീയതി, ഇന്ന് മെയ് മാസം 26-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഖത്തറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ മധ്യസ്ഥ ചർച്ച നടക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഖത്തറുമായിട്ട് ഇപ്പോൾ ഇറാൻ ചർച്ച നടത്തുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അടക്കം ഇപ്പോൾ ഖത്തറിലാണ്. 2 ദിവസം മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ പൂർത്തീകരണത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ കണക്കാക്കുന്നു. കാര്യം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയാണ് ഇറാൻ ഇതിനെ പ്രതിനിധീകരിക്കുന്നത് എന്ന അഭിപ്രായം പുറത്തു വന്നു. വിട്ടുവീഴ്ച എന്ന് വെച്ചാൽ അവരുടെ അഭിമാനപരമായിരിക്കുന്ന വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല, എന്നാൽ മാന്യമായ രീതിയിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാം എന്നുള്ളിടത്തേക്ക് യഥാർത്ഥത്തിൽ എത്തിയിട്ടുണ്ട് ഇറാൻ എന്ന് പറയുന്നു. സമ്പുഷ്ട യുറേനിയം കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ വിഷയത്തിൽ ഏറെക്കുറെ ഒരു രൂപമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അഥവാ അമേരിക്കയ്ക്ക് കൈമാറണം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അത് റഷ്യക്ക് കൈമാറണം എന്ന നിലപാടിലേക്ക് മാറ്റത്തിരുത്തലുകൾ വരുത്തുന്ന സമയത്ത് സ്വാഭാവികമായ രീതിയിൽ ഈ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് ഓർമസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ആ കാര്യത്തിലും സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാതയായിട്ട് അതിനെ മാറ്റുന്നതിനോട് ഏറെക്കുറെ ഇറാൻ സഹകരിക്കാം എന്നേറ്റിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഖത്തറടക്കമുള്ള രാജ്യങ്ങളിൽ ഇറാൻ്റെ പണം അമേരിക്ക പിടിച്ചു വെച്ചത് വിട്ടുകൊടുക്കാൻ വേണ്ടി അവരും ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അവസാനിക്കുന്ന സമയം എത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ തന്നെ ഇറാന് നേരെ ആക്രമണം നടത്തി. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം നടന്നത് എന്ന് പറഞ്ഞാൽ ചർച്ചയോടനുബന്ധിച്ച്, മധ്യസ്ഥ ചർച്ച നടക്കുന്നതിനോടനുബന്ധിച്ചാണ്. പിന്നെ ഇന്നത്തെ ഒക്കെ ആക്രമണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഇറാഖിൽ നടത്തിയിരിക്കുന്ന അതികഠിനമായിരിക്കുന്ന ഇടപെടലുകൾ അമേരിക്കയുടേത് ഇന്നും അതിൻ്റേതായിരിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും അവരനുഭവിക്കുന്നു. മരണപ്പെട്ടവരുടെ ലിസ്റ്റ് കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. 5000 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഏറ്റവും ഒടുവിൽ ജോർജ് ബുഷ് പറഞ്ഞു. 5000 കൃത്യമായിരിക്കുന്ന ഒരു സംഖ്യയായിട്ട് ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ പോകാം. ഇറാഖികൾ എത്ര മരണപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരമില്ല. അവിടെ അന്നത്തെ സദാം ഹുസൈൻ്റെ ഭരണത്തിൽ ഇരിക്കുന്ന പല സൈനിക കമാൻഡർമാരും അമേരിക്ക കൂറുമാറി. അതോടൊപ്പം തന്നെ അവിടെ മന്ത്രിസഭയിലുള്ള പല ആളുകളും കൂറുമാറി. അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. സദാം ഹുസൈന് വിധി പറഞ്ഞ മജിസ്ട്രേറ്റ് പിന്നീട് മറ്റേ ഒരു പ്രവിശ്യ മേഖലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അങ്ങനെ വളരെ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളുമായിട്ടാണ് ഇറാഖിൻ്റെ അവസാനിച്ചത്. എന്തായിരുന്നു വിഷയം? അവരുടെ കൈവശത്തിൽ ആണവായുധം പോലെയുള്ള നശീകരണ വസ്തുക്കളുണ്ട്. അത് സമൂഹത്തിന് അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. അത് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവേശിച്ചത് എന്നായിരുന്നു അന്നത്തെ അമേരിക്കയുടെ പ്രസിഡൻറ്റും അന്നത്തെ ഈ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അടക്കം പറഞ്ഞത്. അതിന് ഒന്നും കാണാതെ പറ്റാതെ വന്ന സമയത്ത് അവസാനം അവർ ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് അന്വേഷണ വിധത്തിൽ. അപ്പോഴത്തേനും സദ്ദാം ഹുസൈൻ തൂക്കി കൊന്നിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തകർക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പരമാവധി സ്ഥാപനങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. മരണപ്പെട്ട ആൾക്കാരെ അടക്കം ചെയ്യാൻ പോലും പറ്റാത്ത പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ആശുപത്രി അടക്കമുള്ള അവരുടെ ആരോഗ്യ മേഖല തകർന്നിട്ടുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാനില്ലാത്ത ഒരവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സോറി പറയുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ കരാർ വ്യവസ്ഥ പാലിക്കാത്ത രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളാണ്. വ്യവസ്ഥയും വ്യക്തമായിരിക്കുന്ന കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കരാറിന് അവർ ലംഘനം ചെയ്യും.
ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടിരിക്കുന്ന കരാർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടാക്കിയ, അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീനും തമ്മിലുണ്ടാക്കി നിൽക്കുന്ന കരാറാണ്. 200-ലധികം തവണയാണ് ആ കരാർ ഇസ്രായേൽ ലംഘിക്കപ്പെട്ടത്. 20-ലധികം രാജ്യങ്ങൾ അന്ന് കരാർ വ്യവസ്ഥയിൽ പങ്കെടുത്തിരുന്നു ഈ കരാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഈ ലംഘനം നടന്നതെന്ന് മാത്രമല്ല, 300 ഏകദേശം 500-ൻ്റെ അടുത്ത ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു, ഫലസ്തീനികൾ. പക്ഷേ ഈ 20 രാജ്യങ്ങൾ ആരോ ചോദിച്ചിട്ടൊന്നുമില്ല. ഈ 20 രാജ്യങ്ങളിൽ പെടാത്ത രാജ്യം ഇറാനാണ് ചോദിച്ചത്. ഇറാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ചർച്ചയ്ക്ക് എതിരാണ് ഇറാൻ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത, ഒരിക്കലും ഈ ഇസ്രായേൽ കരാർ ലംഘിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത രാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് പൊട്ടത്തരമാണ് എന്നുള്ളതായിരുന്നു ഇറാൻ്റെ അഭിപ്രായം. അതാണ് പിന്നീട് ഈ പ്രായോഗിക മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അത് തെളിയുകയും ചെയ്തത് യഥാർത്ഥത്തിൽ അതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണം വീണ്ടും ചതിയാണ് ചെയ്തത്. പക്ഷേ ഇറാൻ അടങ്ങി നിന്നിട്ടില്ല, തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അടുത്ത തിരിച്ചടിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് ഭയാനകരമായ രീതിയിൽ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.